നമസ്കാരം. ഡീപ് വർക്ക് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1985 52ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി എന്നായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. രാജീവ് ഗാന്ധിയും ഗ്യാനി സെയിൽ സിംഗും ആയിരുന്നു. കൂറുമാറ്റ നിരോധന നിയമത്തെ സംബന്ധിച്ചതായിരുന്നു 52ാം ഭരണഘടനാ ഭേദഗതി. 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്തു വന്നത്? കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 1985 52ാം ഭരണഘടനാ ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ ലോക്സഭാംഗമാണ് ലാൽ ദുഹോമ, മിസോറം. 2020 ലാൽ ദുഹോമ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടു. അപ്പോൾ അത് ഏത് നിയമപ്രകാരമായിരുന്നു? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം. കൂറുമാറ്റ നിരോധന നിയമം വഴി കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് R. ബാലകൃഷ്ണ പിള്ള. കൂറുമാറ്റ നിരോധന നിയമം വഴി കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആളാരായിരുന്നു? R. ബാലകൃഷ്ണ പിള്ള. അപ്പോൾ ഇത്രയാണ് 52ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. 73ാം ഭേദഗതി 1992 അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. 11ാം പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എപ്പോഴാണ്? 1992 73ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 73ാം ഭേദഗതി. പഞ്ചായത്തി രാജിനെ ഭരണഘടനാ സാധ്യത നൽകിയ ഒരു ഭേദഗതി കൂടിയാണിത്. ആർട്ടിക്കിൾ 243, ആർട്ടിക്കിൾ 243A മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243, 243A, 243O വരെയുള്ള ഭാഗം 9 എന്ത് ചെയ്തിരിക്കുന്നത്? കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 74ാം ഭരണഘടനാ ഭേദഗതി ഏതു വർഷം തന്നെയാണ്? 1992 തന്നെയാണ്. ആരായിരിക്കും അപ്പോൾ? പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ സെയിം ആണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലെ അതേ ആളുകൾ തന്നെയായിരുന്നു. PV നരസിംഹറാവുവും ശങ്കർ ദയാൽ ശർമ്മയുമായിട്ടായിരുന്നു. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 74ാം ഭേദഗതി. നഗരപാലികാ നിയമം ഭരണഘടനയിലെ ഭാഗം 9A കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 241P മുതൽ 243ZG വരെ. എന്താണ് നഗരപാലികാ നിയമം? 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതും 74ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 12ാം ഭരണഘടനാ പട്ടിക. അടുത്തതായിട്ട് 86ാം ഭേദഗതി 2002 AB വാജ്പേയി ആയിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിരുന്നു. 86ാം ഭരണഘടനാ ഭേദഗതി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകിയ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് വരെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ രാഷ്ട്രീയം യത്നിക്കേണ്ടതാണെന്ന് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 45. ഭാഗം 4A ഭേദഗതി വരുത്തിയ 11ാമതായി ഒരു മൗലിക കടമ കൂടി എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഇതനുസരിച്ച് 6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും
കടമയായി മാറി. ആർട്ടിക്കിൾ 51A(K)യിലാണ് എന്ത് ചെയ്തത്? വിദ്യാഭ്യാസം എന്താക്കിയത്? ഒരു മൗലിക കടമയായിട്ട് എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശം നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. പാർലമെൻറ്റ് എന്നാണ് പാസ്സാക്കിയത്? 2009 ഓഗസ്റ്റ് 26-ന് ആര് പാസ്സാക്കി? പാർലമെൻറ്റ് പാസ്സാക്കി. പക്ഷെ നിലവിൽ വന്നതെന്നാണ് 2010 ഏപ്രിൽ 1-നാണ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അടുത്തത് ഒരൊറ്റൊന്നുകൂടെ ഉണ്ട്, അതാണ് 91-ാം ഭേദഗതി. 2003-ലാണ് AB വാജ്പേയിയും ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ആ കാലഘട്ടത്തിൽ. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കവിയാൻ പാടില്ല. ആർട്ടിക്കിൾ 75 അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കവിയാൻ പാടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിയമസഭാംഗങ്ങളുടെ 15% കവിയാനോ 12 എണ്ണത്തിൽ കുറയാനോ പാടില്ല. അപ്പോൾ ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിക്കുക, കവർ ചെയ്യുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഭരണഘടനയിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.